ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലെ സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നതിൻ്റെ ആക്ടിവിറ്റീസാണ്. ഇതിൻ്റെ പാഠഭാഗം ഞാൻ ഓരോ വേർഡ്സും മലയാളത്തിൽ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലെ ഓരോ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. ആക്ടിവിറ്റി 1, യു ഹാവ് റീഡ് ദി സ്റ്റോറി സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ള സ്റ്റോറി നമ്മൾ വായിച്ചു. ഹാവ് നോട്ട് യു വായിച്ചില്ലേ? നൗ ലെറ്റ്സ് പ്ലേ എ ഗെയിം. നമുക്കൊരു ഗെയിം കളിക്കാം. റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടെ നമുക്ക് റീഡ് ചെയ്യാം. വൺ ഓഫ് യു മേ സിറ്റ് ഇൻ ദി ഹോട്ട് സീറ്റ് ടേക്ക് ഇൻ ദി റോൾ ഓഫ് എനി ഫേമസ് സ്പോർട്സ് സ്റ്റാർ. അപ്പോൾ നിങ്ങളിൽ ഒരാൾ ഹോട്ട് സീറ്റിലിരിക്കുക. ആര് റോള് ടേക്ക് ചെയ്തിട്ട്? ഒരു ഫേമസ് സ്പോർട്സ് സ്റ്റാർ, നിങ്ങളുടെ മെസ്സിയോ ധോണിയോ ആരാണ്, സച്ചിനോ, അങ്ങനെ ഫേമസ് സ്പോർട്സിൻ്റെ ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ ഒരു റോള് സ്വീകരിച്ചിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുക, ഹോട്ട് സീറ്റിലിരിക്കുക. യുവർ ഫ്രണ്ട്സ് വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. യു മേ ആൻസർ ദം അപ്രോപ്രിയേറ്റ്ലി. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ശരിയായിട്ട് ആൻസർ ചെയ്യുക. റിപ്പീറ്റ് ദി ഗെയിം ചേഞ്ചിങ് ദി റോൾസ്. ആ ഗെയിം റിപ്പീറ്റ് ചെയ്തിട്ട് റോൾസ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഒരു ഇൻ്റർവ്യൂ പോലെ നിങ്ങൾ അഭിനയിക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളും പിന്നെ ഒരു സ്പോർട്സ് സ്റ്റാറും, ആരാണ്, ഞാൻ മെസ്സിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സ് രണ്ടാളും ഇവർ രണ്ടുപേരുമായിട്ട് ആക്ട് ചെയ്യുക. ഇൻ്റർവ്യൂവർ ഫസ്റ്റ്, ഹായ് മെസ്സി, വെർ ഡിഡ് യു സ്റ്റാർട്ട് പ്ലേയിങ് സോക്കർ? നിങ്ങൾ എപ്പോഴാണ് സോക്കർ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? എപ്പോഴാണ്, വെൻ ഡിഡ് യു സ്റ്റാർട്ട് അല്ലേ? സോക്കർ മീൻസ് ഫുട്ബോളിന് നമ്മൾ സോക്കർ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് മെസ്സി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് പറയുന്നത്? ഐ സ്റ്റാർട്ടഡ് പ്ലേയിങ് വെൻ ഐ വാസ് 5 years old. ഞാൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അല്ലേ? 5 years ഉള്ളപ്പോഴാണ്. ഇൻ്റർവ്യൂവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ഫേവറേറ്റ് പാർട്ട് അബൌട്ട് സോക്കർ അല്ലേ? സോക്കറിൽ, ഫുട്ബോളിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? ഫേവറേറ്റ് പാർട്ട് ഏതാണ്? മെസ്സി ആൻസർ പറയുകയാണ്, ഐ ലവ് സ്കോറിംഗ് ഗോൾസ് ആൻഡ് ഹെൽപ്പിംഗ് മൈ ടീം വിൻ. ഗോൾസ് സ്കോർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, അതുപോലെ എൻ്റെ ടീം വിജയിപ്പിക്കുന്നത്, വിൻ ചെയ്യുന്നത്, അവരെ സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഫുട്ബോളിൽ. ക്വസ്റ്റ്യൻ, ഇൻ്റർവ്യൂവർ, ഡു യു ഗെറ്റ് നെർവസ് ബിഫോർ എ ബിഗ് ഗെയിം അല്ലേ? ഒരു വലിയ ഗെയിമിനും ബിഫോർ ആയിട്ട്, മുന്നേ ആയിട്ട് നിങ്ങൾ നെർവസ് ആവാറുണ്ടോ? അതായത് ടെൻഷൻ അടിക്കാറുണ്ടോ? മെസ്സി, യെസ് സംടൈംസ് അല്ലേ, ചില സമയങ്ങളിൽ നെർവസ് ആവാറുണ്ട്. ബട്ട് ഐ ഫോക്കസ് ഓൺ പ്ലേയിങ് വെൽ. പക്ഷേ ഞാൻ നന്നായി കളിക്കുന്നതിലാണ് ഫോക്കസ് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക. ആൻഡ് ഇറ്റ് ഹെൽപ്സ് മീ സ്റ്റേ കാം അല്ലേ? അത് എന്നെ കാം ചെയ്യാൻ, ശാന്തമാവാൻ സഹായിക്കും അല്ലേ? കളിയിലാണ് ശ്രദ്ധ കൊടുക്കാറ്. ഇൻ്റർവ്യൂവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീംമേറ്റ്? നിങ്ങളുടെ ഫേവറായിട്ടുള്ള ടീംമേറ്റ് അല്ലേ? ടീമിലുള്ള ബാക്കിയുള്ള ആളെ ഇഷ്ടപ്പെട്ട കളിക്കാരാണ് ആരാണ്? മെസ്സി, ഐ വിൽ ഹാഡ് മെനി ഗ്രേറ്റ് ടീംമേറ്റ്സ്. എനിക്ക് വലിയൊരു ടീംമേറ്റ്സ് തന്നെയുണ്ട്. ബട്ട് നെയ്മർ ആൻഡ് സ്വാറസ് ആർ വെരി സ്പെഷ്യൽ ടു മീ. നെയ്മറും സ്വാറസും ആണ് എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ. നെക്സ്റ്റ് ഇൻ്റർവ്യൂയുടെ ക്വസ്റ്റ്യൻ, വാട്ട് അഡ്വൈസ് ഡു യു ഹാവ് ഫോർ കിഡ്സ് ഹു വാണ്ട് ടു പ്ലേ സോക്കർ അല്ലേ? സോക്കർ, ഫുട്ബോൾ കളിക്കാൻ കളിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് എന്ത് അഡ്വൈസ് ആണല്ലേ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ഉപദേശം എന്താണ്? മെസ്സി ഉപദേശം എന്താണ്, അഡ്വൈസ് എന്താണ്? വർക്ക് ഹാർഡ് അല്ലേ? ഹാർഡ് വർക്ക്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. പ്രാക്ടീസ് എവറി ഡേ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക, പരിശ്രമിക്കുക. ആൻഡ് നെവർ ഗിവ് അപ്പ് അല്ലേ? ഒരിക്കലും പിന്മാറരുത്, ഗീവ് അപ്പ് ചെയ്യരുത്. നെവർ ഗിവ് അപ്പ്, ഇതാണ് മെസ്സിൻ്റെ അഡ്വൈസ്, ഉപദേശം. ആക്ടിവിറ്റി 2, യു ഹാവ് ലിസൺ ടു ദി സ്റ്റോറി, നൗ സിറ്റ് ഇൻ 2 groups. നിങ്ങൾ സ്റ്റോറി ലിസൺ ചെയ്തില്ലേ? ഇനി എന്താണ്, 2 ഗ്രൂപ്പായിട്ടിരിക്കുക. യുവർ ടീച്ചർ വിൽ റീഡ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. നിങ്ങളുടെ ടീച്ചർ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഭാഗം വായിക്കും. യു മേ ആഡ് ദി റിമൈനിങ് പാർട്ട് ആസ് ക്വിക്ക് ആസ് യു ക്യാൻ. നിങ്ങൾക്ക് ക്വിക്കായിട്ട് എത്രയും പെട്ടെന്ന് ആർക്കാണ് അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ റീഡ് ചെയ്യണം. ഇഫ് ദി ഫസ്റ്റ് ഗ്രൂപ്പ് ഫെയിൽസ്, ദി ചാൻസ് വിൽ പാസ് ടു ദി സെക്കൻഡ് ഗ്രൂപ്പ്. ഫസ്റ്റത്തെ ഗ്രൂപ്പ് ഫെയിൽ ആയാൽ അത് സെക്കൻഡ് ഗ്രൂപ്പിന് ചാൻസ് പാസ് ചെയ്യും. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ടീച്ചറുമായിട്ട് റീഡ് ചെയ്തിട്ട് കളിക്കാനുള്ളൊരു ഗെയിമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, കംപ്ലീറ്റ് ദി വേർഡ് വെബ് യൂസിങ് വേർഡ്സ് ഫോർ ദി മൂവ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദി ബാസ്കറ്റ്ബോൾ ഗെയിം. ബാസ്കറ്റ്ബോൾ ഗെയിമിൽ യൂസ് ചെയ്യുന്ന മൂവ്മെൻറ്റിൻ്റെ വേർഡ് വെബ് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ബാസ്കറ്റ്ബോളിൽ ബൗൺസ് ചെയ്യാറുണ്ട്, വേറെ എന്തൊക്കെയാണ്? ഓക്കെ, ബാസ്കറ്റ്ബോളിലുള്ള മൂവ്മെൻറ്റ്സിൻ്റെ വേർഡ് വെബ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ? ബോൾ പാസ് ചെയ്യും ഇല്ലേ, ഷൂട്ട് അടിക്കില്ലേ, ഷോട്ട് ചെയ്യും, ബാസ്കറ്റ്ബോൾ വീത്തില്ലേ, റൺ ചെയ്യും, ഓടും, ഡിഫെൻഡ് ചെയ്യില്ല, അത് തടുത്ത് നിർത്തും, ഡ്രൈവ് ചെയ്യും, ബൗൺസ് ചെയ്യും അല്ലേ, അത് പിടിച്ച് നിർത്തും. അപ്പോൾ അതിലുള്ള ബാസ്കറ്റ്ബോളിൽ വേറെ മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് മൈക്കിൾ. യു ക്യാൻ യൂസ് ദി വേർഡ്സ് ഇൻ ദി വേർഡ് ക്ലൗഡ് അല്ലേ? ഈ വേർഡ് ക്ലൗഡിൽ, ഈ മേഘത്തിലുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് സെൻറ്റൻസ് മൈക്കിളിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, മൈക്കിൾ ജോർദാൻ ഉണ്ട്, ബോൺ ഉണ്ട്, USA ഉണ്ട്, പ്ലെയർ എല്ലാം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് മൈക്കിൾ ജോർദാൻ വാസ് ബോൺ ഓൺ USA ജനിച്ചത് അല്ലേ? വാസ് കൊടുക്കണം. നെക്സ്റ്റ്, ഹി ഹെൽപ്ഡ് ഹിസ് ടീം ടു വിൻ ദി ഗെയിം. എല്ലാ വേർഡ്സ് ഇതിലുണ്ട്, ഇതിന്ന് എടുത്തിട്ട് എഴുതുക. ഈ ഹെൽപ്ഡ് ഹിസ് ടീം, അവൻ്റെ ടീമിനെ ഹെൽപ്പ് ചെയ്തിരുന്നു, ടു വിൻ ദി ഗെയിം വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വിജയിക്കാൻ വേണ്ടിയിട്ട്. ഹിസ് മദർ ഹെൽപ്ഡ് എ ലോട്ട് ഹിം ടു ബിക്കം എ ഗുഡ് പ്ലെയർ. നല്ലൊരു പ്ലെയർ ആവാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ ഒരുപാട് സഹായങ്ങൾ അവനെ ചെയ്തിരുന്നു. ഹി വർക്ക്ഡ് ഹാർഡ് അല്ലേ? അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഹി വാസ് എ ടാലൻറ്റഡ് ബാസ്കറ്റ്ബോൾ പ്ലെയർ അല്ലേ? നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള, നല്ല
കഴിവുള്ള ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. ഓക്കെ, ഇതിലുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, റീഡ് ദി ഫോളോവിങ് സെൻറ്റൻസസ്. മൈക്കിൾസ് പ്രോബ്ലം വാസ് ദാറ്റ് ഹി വാസ് ടു ഷോർട്ട്. മൈക്കിളിൻ്റെ പ്രശ്നം എന്തായിരുന്നു? അവൻ വളരെ ചെറുതാണല്ലേ, ടു ഷോർട്ട് ആണെന്നുള്ളതാണ്. ഹി വാസ് നോട്ട് സോ ടാൾ ആസ് മാർക്ക്. അല്ലെ, മാർക്കിൻ്റെ അത്രത്തോളം ടാളല്ല, അത്രത്തോളം വലുതല്ല. അപ്പോൾ എന്താണ് ഇവിടെ ടാൾ എന്നുള്ളതിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഹിസ് ഫാദർ ടോൾഡ് ഹിം ബീങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബിറ്റ് ബട്ട് നോട്ട് സോ മച്ച് ആസ് പ്രാക്ടീസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. അല്ലേ, ഇതൊക്കെ ചാപ്റ്ററിലുള്ള വേർഡ്സ് ആണ്. അച്ഛൻ പറഞ്ഞത് എന്താണ്? ടാളർ അല്ലേ, വലുതാവുക എന്നുള്ളത് നിന്നെ കളിയിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തിരിക്കാം, പക്ഷേ എന്തിനോളമില്ല, പ്രാക്ടീസും ഡിറ്റർമിനേഷനും അല്ലേ നമ്മുടെ ഇതാണ് നിങ്ങളെ സഹായിക്കുക എന്നുള്ളത്. മാർക്ക് വാസ് ദി ടോളസ്റ്റ് ബോയ് ഓൺ ദി കോർട്ട്. ആ കോർട്ടിൽ, ആ കളിസ്ഥലത്തുള്ള ഏറ്റവും വലിയ ടോളസ്റ്റ് ആയിട്ടുള്ള ബോയ് മാർക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വേർഡ്സിലൊക്കെ അണ്ടർലൈൻ ചെയ്തത് ടോൾ, ടോളർ, ടോളസ്റ്റ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. അപ്പോൾ ടോളിനേക്കാളും വലുതാണ് ടോളർ, അതിനേക്കാളും ഏറ്റവും വലുത് എന്നുള്ള മീനിങ് ആണ് ടോളസ്റ്റ്. അല്ലേ, എല്ലാ കോർട്ടിൽ തന്നെ ഏറ്റവും വലിയ ബോയാണ് മാർക്ക് അല്ലേ, ടോളസ്റ്റ്. ഓക്കെ, യു മേ നോട്ട് ദി വേർഡ്സ് അണ്ടർലൈൻഡ്. അല്ലേ, അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നോട്ട് ചെയ്തു. ദേ ആർ അബൌട്ട് ദി അപ്പിയറൻസ് ഓഫ് മൈക്കിൾ ആൻഡ് മാർക്ക്. അല്ലേ, മൈക്കിളിൻ്റെ മാർക്കിൻ്റെ അപ്പിയറൻസ് ആണല്ലേ, മൈക്കിൾ എന്താണ് ടോളാണ്, മാർക്ക് ടോളസ്റ്റ് ആണെന്നൊക്കെ ഉള്ള ഒരു അപ്പിയറൻസ് ആണ്, അവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നൗ ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദി ഫോളോവിങ് സെൻറ്റൻസസ്. ഈ പിക്ചർ നോക്കിയിട്ട് താഴെയുള്ള സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് മാംഗോ ട്രീ. അല്ലേ, ഐ ആം എ മാംഗോ ട്രീ. ഐ ആം ഡാഷ് ദാൻ ദി ജാക്ക് ഫ്രൂട്ട് ട്രീ. ഈ ജാക്ക് ഫ്രൂട്ട് ട്രീയേക്കാൾ എന്താണ് മാംഗോ ട്രീ? ചെറുതാണ്. ചെറുതാണെന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ചെറുത് എന്നുള്ള മീനിങ് എന്താണ്? സ്മോൾ എന്നാണ് അല്ലേ. അപ്പോൾ സ്മോള്, സ്മോളർ, സ്മോളസ്റ്റ്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ചേർക്കേണ്ടത്. സ്മോൾ ആണെന്നുള്ളതിന് സ്മോൾ ചേർക്കുക. ഇതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? രണ്ടാമത്തെ വെർബാണ് ടോളർ. അല്ലേ, സ്മോളർ അതാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ആം സ്മോളർ ദാൻ ദി ജാക്ക് ഫ്രൂട്ട് ട്രീ. ജാക്ക് ഫ്രൂട്ട് ട്രീയേക്കാളും ചെറുതാണ്, സ്മോളർ ആണ്. ഐ ആം ദി ഡാഷ് എമോങ് ദി 3 ട്രീസ്. ഈ 3 ട്രീയിലും ഞാൻ എന്താണ്? ഏറ്റവും ചെറുതാണ്. അപ്പോൾ ഏറ്റവും ചെറുത് എന്നുള്ളതിന് എന്താണ്? സ്മോളസ്റ്റ്. അല്ലെ, ഏറ്റവും വലുത് എന്നുള്ളതിന് ടോളസ്റ്റ്. ഏറ്റവും ചെറുത്, ഏറ്റവും എന്നുള്ള മീനിങ് ആണ്, കൂട്ടത്തിൽ ഏറ്റവും ചെറുത് സ്മോളസ്റ്റ്. അല്ലേ, എല്ലാത്തിലും ചെറുത് ഏതാണ്? മാംഗോ ട്രീ ആണ്. അപ്പോൾ ഐ ആം ദി സ്മോളസ്റ്റ് എമോങ് ദി 3 ട്രീസ്. നെക്സ്റ്റ്, ഐ ആം എ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഐ ആം ടോളർ ദാൻ ദി മാംഗോ ട്രീ. അല്ലേ, മാംഗോ ട്രീയേക്കാളും ടോളറാണ്. അല്ലേ, വലുതാണ്. അപ്പോൾ രണ്ട് വേർഡ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ടാളുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ടോളർ, സ്മോളർ എന്നുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത്, ഈ രണ്ടിനെയും കമ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഐ ആം ടോളർ ദാൻ ദി മാംഗോ ട്രീ. മാംഗോ ട്രീയേക്കാളും ടോളറാണ്. നെക്സ്റ്റ്, കോക്കനട്ട് ട്രീ എന്താണ് പറയുന്നത്? ഐ ആം എ കോക്കനട്ട് ട്രീ. ഐ ആം ഡാഷ് ദാൻ ദി ജാക്ക് ഫ്രൂട്ട് ട്രീ. ഈ ജാക്ക് ഫ്രൂട്ട് ട്രീയേക്കാൾ എന്താണ്? വലുതാണ്. എന്താണ് പറയുക? ടോളർ. അല്ലേ, ടോളർ ദാൻ മാംഗോ ട്രീ. മാംഗോ ട്രീയേക്കാളും വലുതാണ്. ഇനി ജാക്ക് ഫ്രൂട്ട് ട്രീയേക്കാളും വലുതാണ്. അല്ലേ, ടോളർ ദാൻ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഐ ആം ടോളർ ദാൻ ദി ജാക്ക് ഫ്രൂട്ട് ട്രീ. ഐ ആം ദി ഡാഷ് എമോങ് ദി 3 ട്രീസ്. അല്ലേ, ഈ 3 ട്രീയിൽ ഞാൻ എന്താണ്? ഏറ്റവും വലുതാണ്. അതിനെന്താണ് പറയുക? ടോളസ്റ്റ്. അല്ലേ, ടോളസ്റ്റ് ഏറ്റവും വലുതാണ്. ഐ ആം ദി ടോളസ്റ്റ്. ഏറ്റവും വലുത് എന്നുള്ളതിനാണ് ടോളസ്റ്റ്, സ്മോളസ്റ്റ്. അല്ലേ, ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും എന്നുള്ള ആ ഒരു മീനിങ് ആണ് ടോളസ്റ്റ്, സ്മോളസ്റ്റ് അതൊക്കെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, രണ്ട് വേർഡ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോളർ, സെക്കൻഡ് വെർബ് ടോളർ, സ്മോളർ എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 6, ആൽഫ ബ്രോട്ട് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഷീ സോ ഇൻ എ ഗാർഡൻ. ഇപ്പോൾ ഒരു ഗാർഡനിൽ കണ്ടതാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. റീഡ് ദി ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫിൽ ദി ബ്ലാങ്ക്സ് വിത്ത് ദി സ്യൂട്ടബിൾ ഫോം ഓഫ് ദി വേർഡ് ഗിവൺ ഇൻ ദി ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളതിൻ്റെ സ്യൂട്ടബിൾ വേർഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ഫിൽ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഫിൽ ദി ബ്ലാങ്ക്സ്. ഈ ബ്ലാങ്ക്സിൻ്റെ സൈഡിൽ ബ്രാക്കറ്റിൽ അതിൻ്റെ വേർഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡാണ് നമ്മളിവിടെ ഫിൽ ചെയ്യേണ്ടത്. ബിഗ്, സ്വീറ്റ്. അല്ലേ, അപ്പോൾ നമ്മൾ പഠിച്ചു 3 ഫോംസ് ഉണ്ട്. അല്ലേ, ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. അതേപോലെ തന്നെ സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. ഇപ്പോൾ ബിഗ്ഗർ എന്നുള്ളത് രണ്ട് വേർഡ്സിനെ കമ്പയർ ചെയ്യാനാണ് സെക്കൻഡ് ഫോം യൂസ് ചെയ്യുന്നത്. ദെൻ ബിഗ്ഗസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ഉള്ളത് എന്താണ്? അല്ലേ, എമോങ്, ബിഗ്ഗസ്റ്റ് എമോങ് ദിസ്. അല്ലേ, എല്ലാത്തിനും കൂടുതൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ളതിനെയാണ്, കൂട്ടത്തിൽ ഏറ്റവും ബിഗ് ഞാനാണ്, ബിഗ്ഗസ്റ്റ്. സ്വീറ്റസ്റ്റ്, ഏറ്റവും മധുരമുള്ളത്, അതിനാണ് ഏറ്റവും ലാസ്റ്റ് ഫോം യൂസ് ചെയ്യുന്നത്. ദെൻ ബിഗ്ഗർ, സ്വീറ്റർ എന്നുള്ളതൊക്കെ രണ്ട് വേർഡ്സിനെ കമ്പയർ ചെയ്യാൻ ഇതിനേക്കാളും വലുതാണ്, ബിഗ്ഗർ ദാൻ. അല്ലേ, അതിനേക്കാളും വലുതാണ്. ഓക്കെ, ദർ വാസ് 3 റോസ് ഫ്ലവേഴ്സ് ഇൻ എ ഗാർഡൻ. ഒരു ഗാർഡനിൽ 3 റോസ് ഫ്ലവർ ആണുള്ളത്. 1 ഫ്ലവർ വാസ് ഡാഷ് ദാൻ ദി other 2. ഇപ്പോൾ ബിഗിൻ്റെ ഏത് ഫോമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഒരു ഫ്ലവർ മറ്റേ ഫ്ലവറിനേക്കാളും ബിഗ്ഗാണ്, വലുതാണ്. അപ്പം അതിനേക്കാളും വലുതാണെന്നുള്ളതിന് നമ്മൾ രണ്ട് ഫ്ലവറിനെ കമ്പയർ ചെയ്യുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ബിഗ്ഗർ, സെക്കൻഡ് ഫോം. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. അതിൽ ബിഗ്ഗർ യൂസ് ചെയ്യാം. 1 ഫ്ലവർ വാസ് ബിഗ്ഗർ ദാൻ ദി other 2. അല്ലേ, മറ്റേതിനേക്കാളും ബിഗ്ഗറാണ്. ഇറ്റ് വാസ് ദി ഡാഷ് ഫ്ലവർ എമോങ് ദി 3. ഈ 3 ഫ്ലവറിലും
എന്താണ് ബിഗ് ആണ് അല്ലേ. ഈ മൂന്ന് ഫ്ലവറും നോക്കുമ്പോൾ എമോങ് ദി ത്രീ അല്ലേ, ഈ മൂന്ന് ഫ്ലവറും നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലുത് അല്ലേ. എമോങ് ദി ത്രീ ഇറ്റ് വാസ് ദി ബിഗ്, ഏറ്റവും വലുത് ഇതാണ്. അത് അപ്പോൾ ഏറ്റവും വലുത് എന്നുള്ളതിൻ്റെ ഫോം ഏതാണ്? മൂന്നാമത്തെ ഫോം അല്ലേ, ബിഗ്ഗസ്റ്റ്. ഇറ്റ് വാസ് ദി ബിഗ്ഗസ്റ്റ് ഫ്ലവർ എമോങ് ദി ട്രീ അല്ലേ. ഇറ്റ് വാസ് ദി ബിഗ്ഗർ ഫ്ലവർ, ഒരു മാച്ചില്ലല്ലേ, ബിഗ്ഗസ്റ്റ് ഫ്ലവർ എമോങ് ദി ട്രീ അല്ലേ. ആ ട്രീയിൽ ഏറ്റവും വലുത്, അതിന് ബിഗ്ഗസ്റ്റ് ആണ്, ST ഫോം ആണ് യൂസ് ചെയ്യുക. ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ്, ഏറ്റവും ചെറുതാണെങ്കിൽ സ്മോളസ്റ്റ്, ST ഫോം ആണ്. രണ്ട് ഫ്ലവറിനെ കമ്പയർ ചെയ്യണം, അതിനേക്കാളും വലുത്, അതേ ബിഗ്ഗർ യൂസ് ചെയ്യുക. എ ബീ ഫ്ലൂ ടു ദി ബിഗ്ഗസ്റ്റ് ഫ്ലവർ ആൻഡ് ഡ്രാങ്ക് ഇറ്റ്സ് നെക്ടർ. ആ ബിഗ്ഗസ്റ്റ് ഫ്ലവറിൽ എന്താണ്, തേനീച്ച ബീ വന്നിരുന്നിട്ട് നെക്ടർ തേൻ കുടിച്ചു. ദെൻ ഇറ്റ് അപ്രോച്ചഡ് ദി സെക്കൻഡ് ഫ്ലവർ, എന്നിട്ട് രണ്ടാമത്തെ ഫ്ലവറിലേക്ക് പോയി. ദി നെക്ടർ ഓഫ് ദി ഫ്ലവർ വാസ് സ്വീറ്റ് അല്ലേ, നല്ല മധുരമുള്ളതായിരുന്നു. ദാൻ ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് ഫ്ലവർ, ഫസ്റ്റ് ഫ്ലവറിനേക്കാളും മധുരമുള്ളതായിരുന്നു അല്ലേ. കമ്പയർ ചെയ്യാൻ ഏത് ഫോമാണ്? രണ്ടാമത്തെ ഫോം അല്ലേ, സ്വീറ്റ്. സ്വീറ്റർ, സ്വീറ്റസ്റ്റ് എന്നുള്ളത് ഏറ്റവും എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ സ്വീറ്റർ അല്ലേ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാസ് കഴിഞ്ഞിട്ട് സ്വീറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് ഫ്ലവർ. ഓക്കെ. ദി ബീ ദെൻ ഫ്ലൂ ടു ദി തേർഡ് ഫ്ലവർ, എന്നിട്ട് ആ തേനീച്ച മൂന്നാമത്തെ ഫ്ലവറിലേക്ക് പറന്നു. ദി നെക്ടർ ഓഫ് ദി തേർഡ് ഫ്ലവർ വാസ് ദി ഡാഷ് ഓഫ് ആൾ അല്ലേ. ആ ഫ്ലവറിലുള്ള നെക്ടറിനായിരുന്നു എല്ലാത്തിനേക്കാളും മധുരമുള്ളത് അല്ലേ. ദി നെക്ടർ ഓഫ് ദി തേർഡ് ഫ്ലവർ വാസ് ദി സ്വീറ്റ് ഓഫ് ആൾ, എല്ലാത്തിനേക്കാളും മധുരമുള്ളത് എന്നുള്ളതിൻ്റെ സ്വീറ്റ് എന്നുള്ളതിൻ്റെ ഫോം ഏതാണ്? സ്വീറ്റസ്റ്റ് അല്ലേ, ഏറ്റവും മധുരമുള്ളത്. ഏറ്റവും വലുത് എന്നുള്ളത് ബിഗ്ഗസ്റ്റ്, ഏറ്റവും മധുരമുള്ളത് സ്വീറ്റസ്റ്റ്, മൂന്നാമത്തെ ഫോം. ദി നെക്ടർ ഓഫ് ദി തേർഡ് ഫ്ലവർ വാസ് ദി സ്വീറ്റസ്റ്റ് ഓഫ് ആൾ. അപ്പോൾ രണ്ട് ഫ്ലവറിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഫോം യൂസ് ചെയ്യുക. എമോങ് ആൾ അല്ലേ, മൊത്തത്തിൽ എല്ലാ ഫ്ലവറിനെയും കമ്പയർ ചെയ്തിട്ട് ഏറ്റവും വലുത് ഞാനാണ്, ഏറ്റവും മധുരമുള്ളത് ഞാനാണ്, അതിനാണ് ST ഫോം, സ്വീറ്റസ്റ്റ്, ബിഗ്ഗസ്റ്റ് ഫോം യൂസ് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. മൈക്കിൾസ് ടീം വോൺ ദി ഗെയിം അല്ലേ, മൈക്കിളിൻ്റെ ടീം ജയിച്ചു. ഹി വാസ് വെരി ഹാപ്പി, അവൻ വളരെ സന്തോഷത്തിലായിരുന്നു. ഹി wrote his feelings in his diary. അപ്പോൾ അവൻ്റെ ഫീലിങ്സ് അവൻ എന്താണ് അവൻ്റെ ഡയറിയിൽ എഴുതി. വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി, എന്തായിരിക്കും അവൻ്റെ ഡയറി? അപ്പോൾ മൈക്കിൾ വിജയിച്ചില്ലേ, ആദ്യമൊക്കെ തോൽക്കുകയായിരുന്നു, ലാസ്റ്റ് മൈക്കിളിൻ്റെ ടീം വിജയിച്ചു, വിൻ ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസത്തെ അവൻ്റെ ഫീലിങ്സ് എന്താണ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആക്ടിവിറ്റി 7 എന്താണ്? ഡയറി എഴുതാനാണ്. ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് എഴുതണം, ഏത് ദിവസമാണെന്ന് എഴുതണം. 6/11/2024 വെനസ്ഡേ. ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ ബിക്കോസ് മൈ ടീം വൺ ദി ഗെയിം. ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഒരു സന്തോഷം അറിയിച്ചുകൊണ്ടായിരിക്കണം ഡയറി അല്ലേ. ഇന്നെന്തായിരുന്നു? വളരെ സന്തോഷമുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഡേ ആയിരുന്നു. ബിക്കോസ് കാരണം എന്താണ്? ഇന്ന് എൻ്റെ ടീം വിജയിച്ചു, ഓൺ ചെയ്തു. ഐ ഫീൽ റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ്. എനിക്കെന്താണ് വളരെ സന്തോഷവും നല്ല അഭിമാനവും പ്രൗഡായിട്ടും തോന്നുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഐ ഈവൻ സ്കോർഡ് പോയിൻറ്റ്സ്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ എന്താണ് പോയിൻറ്റ്സ് വരെ സ്കോർ ചെയ്തു. മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വെർ ദർ ആൻഡ് ദ ചിയർഡ് ഫോർ മീ. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയൊക്കെ എന്താണ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അവരെന്നെ ചിയറപ്പ് ചെയ്തു, സന്തോഷിപ്പിച്ചു. ഐ ലവ് പ്ലേയിങ് ബാസ്ക്കറ്റ് ബോൾ. എനിക്കെന്താണ് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലുക്ക്ഡ് അറ്റ് മെനി വേ ടു ഇൻക്രീസ് മൈ ഹൈറ്റ്. എൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വേസ് നോക്കിയിട്ടുണ്ട്. മൈ മദർ ആൾവേസ് യൂസ്ഡ് ടു പുട്ട് സാൾട്ട് ഇൻ മൈ ഷൂസ്. എൻ്റെ അമ്മ എന്താണ് എപ്പോഴും ഷൂസിൽ ഉപ്പിടാൻ നോക്കിയിട്ടുണ്ടല്ലേ, എപ്പോഴും ഉപ്പിടുമായിരുന്നു. സ്റ്റിൽ ഐ ഡിഡ് നോട്ട് ഗെയിൻ ആൻ ഇഞ്ച്. ഒരു ഇഞ്ച് പോലും എനിക്ക് കൂടാനായില്ല, ഗെയിൻ ചെയ്യാനായില്ല, ഹൈറ്റ് വെക്കാനായില്ല. ഇറ്റ് വാസ് വെൻ ഐ വാസ് സാഡ് ദാറ്റ് മൈ ഫാദർ ഗേവ് മീ മോട്ടിവേഷൻ. അല്ലേ, ഞാൻ സാഡ് ആയിരിക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് എനിക്ക് മോട്ടിവേഷൻ തന്നത്. മൈ ഫാദർ ടോട്ട് മീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് അവർ ഹൈറ്റ് ബട്ട് അവർ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ദാറ്റ് മേക്ക് അസ് സക്സസ്ഫുൾ. എൻ്റെ അച്ഛനാണ് എന്നെ എന്ത് പഠിപ്പിച്ചത്, തോട്ട് ചെയ്തത്? നമ്മുടെ ഹൈറ്റ് അല്ല പ്രധാനം, ഉയരമല്ല, നമ്മുടെ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷൻ അല്ലേ, കഠിനാധ്വാനവും ഡിറ്റർമിനേഷനും ദൃഢനിശ്ചയവും ഒക്കെയാണ് നമ്മുടെ സക്സസ്ഫുൾ ആക്കുന്നത്, വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനാണ്, എന്താണ് ഹൈറ്റ് അല്ലാന്ന് ഞാൻ അച്ഛൻ്റെ മോട്ടിവേഷനിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. അതുവരെ എന്താണ് അവന് ഹൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പിടലും നീളം കൂടണം എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. ടുഡേ ഐ റിയലൈസ് ദാറ്റ് വാട്ട് മൈ ഫാദർ സെഡ് വാസ് റൈറ്റ്. ഇന്നാണ് ഞാനത് തിരിച്ചറിഞ്ഞത്, എൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യം ഇന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ. ഞാൻ എന്താണ് ഈ ദിവസം ഒരിക്കലും മറക്കില്ല, ഫോർഗെറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു ദിവസമായിരുന്നു. നമ്മുടെ ഫീലിങ്സോടെ കൂടെ വേണം നമ്മൾ ആ ഡയറി, അന്ന് നടന്ന ആ സംഭവം കൂടി ഉൾപ്പെടുത്തിയിട്ട് സിമ്പിളാക്കിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആക്ടിവിറ്റി 8. വിപിൻ ബ്രോട്ട് എ ലെറ്റർ ടു മൈക്കിൾ. ഹിയർ ഈസ് ദി ലെറ്റർ, റീഡ് ഇറ്റ്. വിപിൻ എന്ന് പറഞ്ഞ ഒരാൾ എന്താണ് മൈക്കിളിന് ഒരു ലെറ്റർ എഴുതുകയാണ്. ഓക്കെ, ബ്രോട്ട് എ ലെറ്റർ ടു മൈക്കിൾ. മൈക്കിളിനാണ് എഴുതുന്നത്. ഇവിടെ ആ ലെറ്റർ ഉണ്ട്, അത് വായിക്കാനാണ് പറഞ്ഞത്. എറണാകുളം, കേരള, 23 മാർച്ച് 2024. അപ്പോൾ ഈ ഡേറ്റിലാണ് എഴുതിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എറണാകുളം എന്നുള്ള സ്ഥലത്ത് നിന്നാണ് എഴുതുന്നത്. ഡിയർ മൈക്കിൾ, അപ്പോൾ മൈക്കിളിനാണ് എഴുതുന്നത്. അപ്പം ഡിയർ മൈക്കിളിലെ പ്രിയപ്പെട്ട മൈക്കിൾ, ഹോപ്പ് യു ആർ ഫൈൻ. നീ ഫൈനാണ്, സന്തോഷത്തിലാണെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു കൺഗ്രാജുലേറ്റ് യു ഓൺ ദി ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ യു ഹാവ് പുട്ട് ഇൻ ടു ബിക്കം എ ഗ്രേറ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. അല്ലേ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എന്താണ്, നിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണല്ലേ, അഭിനന്ദിക്കാനാണല്ലേ, കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ്. നിന്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ട് നീ എന്താണ് ഒരു ഗ്രേറ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയതിന് കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. യുവർ ടാലൻറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ വിൽ ആൾവേസ് ഇൻസ്പയർ അസ്.
നിൻ്റെ ടാലൻറ്റ്, നിൻ്റെ ആ കഴിവും ഡിറ്റർമിനേഷൻ ദൃഢനിഷ്ഠയൊക്കെ നമ്മളെപ്പോഴും അല്ലേ ആൾവേസ് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ, നല്ല പ്രചോദനം നൽകുന്നുണ്ട്. ദി പാത്ത് യു ഹാവ് ചൂസൺ ഈസ് നോട്ട് ആൻ ഈസി വൺ. നീ ചൂസ് ചെയ്ത ആ പാത്ത് അല്ലേ, ആ ബാസ്കറ്റ് ബോൾ എന്നുള്ള ആ ഒരു പാത്ത് എന്താണ്, ഒരു എളുപ്പമുള്ളതല്ല, ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബാസ്കറ്റ് ബോൾ റിക്വയേഴ്സ് ഇമ്മൻസ് പ്രാക്ടീസ്, ഡിസിപ്ലിൻ ആൻഡ് സാക്രിഫൈസ്. ബാസ്കറ്റ് ബോളിന് എന്തൊക്കെ വേണം? നല്ല പ്രാക്ടീസ് വേണം, ഡിസിപ്ലിന്, നല്ല അച്ചടക്കം വേണം, ആൻഡ് സാക്രിഫൈസ് അല്ലേ, നല്ല വിട്ടുകൊടുക്കൽ, അതൊക്കെ വേണം. സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലേ, ചിലപ്പോൾ തോൽക്കേണ്ടി വരും, ചിലപ്പോൾ ജയിക്കേണ്ടി വരും. നല്ല പ്രാക്ടീസ് വേണം, കഠിനാധ്വാനം വേണം, ഡിസിപ്ലിൻ, അച്ചടക്കം വേണം. യു ഹാവ് ആൾ ദീസ് ക്വാളിറ്റീസ്. നിനക്ക് എന്താ ഈ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട്. യുവർ സ്റ്റോറി ഈസ് ട്രൂലി ഇൻസ്പയറിംഗ്. നിൻ്റെ സ്റ്റോറി എന്താണ്, ഒരു ഇൻസ്പിറേഷൻ തരുന്നതാണ്, അതായത് പ്രചോദനം നൽകുന്നതാണ്. താങ്ക് യു. സിൻസിയർലി നെയിം അല്ലേ, സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് ആരാണ് എഴുതുന്നത്, ആ നെയിം എഴുതുക. ഇമാജിൻ ദാറ്റ് യങ് മൈക്കിൾ റൈറ്റ്സ് എ റിപ്ലൈ അല്ലേ, യങ് മൈക്കിളാണ് റിപ്ലൈ എഴുതുന്നത്. ആ ചെറുപ്പത്തിലുള്ള മൈക്കിൾ എന്താണ് ഒരു റിപ്ലൈ എഴുതുകയാണെങ്കിൽ അതൊന്ന് ഇമാജിൻ ചെയ്യാൻ, സങ്കല്പിക്കാൻ. ഹൗ വുഡ് ഹി റിപ്ലൈ, അവൻ എങ്ങനെയായിരിക്കും റിപ്ലൈ കൊടുക്കുക? വിപിനാണ് കത്ത് എഴുതിയതല്ലേ, വിപിൻ്റെ കത്തിന് ഒരു മറുപടി മൈക്കിളാണ് എഴുതുന്നത്. അപ്പോൾ ആ റിപ്ലൈ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ മൈക്കിളിൻ്റെ പ്ലേസ് എവിടെയാണ്? USA ഓക്കെ. 6 നവംബർ 2024 ഡേറ്റ് എഴുതുക. വിപിനാണ് റിപ്ലൈ മറുപടി എഴുതുന്നത്. ഡിയർ വിപിൻ അല്ലെ, പ്രിയപ്പെട്ട വിപിൻ അല്ലെ, വിപിന് മറുപടിയാണ് എഴുതുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് ലെറ്റർ. നിൻ്റെ ആ ഒരു കൈൻഡ് ആയിട്ടുള്ള ആ ലെറ്ററിന് എന്താണ്, നന്ദി. ഐ ഫീൽ റിയലി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്. നിൻ്റെ സപ്പോർട്ടും ആ എൻകറേജ്മെൻറ്റിൽ, എൻകറേജ് ചെയ്ത് നല്ല പ്രശംസിച്ചിട്ടുള്ള വാക്കുകളാണ് വിപിൻ എഴുതിയിട്ടുള്ളത്. അതിനൊക്കെ എന്താണ്, ഞാൻ വളരെ സന്തോഷിക്കുന്നു, എനിക്ക് സന്തോഷം തോന്നുന്നു. ഇറ്റ് മീൻസ് എ ലോട്ട് ടു നോ ദാറ്റ് മൈ ഹാർഡ് വർക്ക് ഇൻസ്പയേഴ്സ് യു. എൻ്റെ ഹാർഡ് വർക്ക് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, പ്രചോദനം കൊള്ളിക്കുന്നുള്ളത് എന്താണ്, അതൊരു വലിയ കാര്യമാണ്, അത് ഒരുപാട് അർത്ഥമാക്കുന്നുണ്ട്. ഐ നോ ദാറ്റ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ ഈസ് ചാലഞ്ചിങ്. എനിക്കറിയാം ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് എന്താണ്, വളരെ ചാലഞ്ച് ഉള്ള കാര്യമാണ് അല്ലേ. ബട്ട് ഐ എൻജോയ് എവറി മൂമെൻറ്റ് ഓഫ് ഇറ്റ്. പക്ഷെ ഞാൻ എന്താണ്, അതിലുള്ള ഓരോ മൂമെൻറ്റും ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ഐ ആം വർക്കിംഗ് ഹാർഡ് എവറി ഡേ ടു ഇംപ്രൂവ് അല്ലേ, അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എല്ലാ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ആൻഡ് ലെറ്റേഴ്സ് ലൈക്ക് യുവർ കീപ് മീ മോട്ടിവേറ്റഡ് ടു കീപ് ഗോയിങ് അല്ലേ, അത് തുടരാൻ എന്താണ്, നിങ്ങളെ പോലുള്ളവരുടെ ലെറ്റേഴ്സ് അല്ലെ, കത്തുകൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ, പ്രചോദനം, എനിക്കൊരു മോട്ടിവേഷൻ അല്ലേ, എൻകറേജ്മെൻ്റ് ആണ്. നിങ്ങളെപ്പോലെയുള്ള കത്തുകൾ എന്നെ സന്തോഷപ്പെടുത്തുന്നു, എനിക്ക് മോട്ടിവേഷൻ നൽകുന്നുണ്ട്. താങ്ക് യു അഗെയിൻ ഫോർ ബിലീവിങ് ഇൻ മീ അല്ലെ, എന്നെ ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നതിന് ഒന്നുകൂടി താങ്ക് യു പറയുകയാണ്. ഐ ഹോപ്പ് ടു മേക്ക് യു പ്രൗഡ്. ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ അഭിമാനം കൊള്ളുന്നു അല്ലെ, പ്രൗഡ് ആവുന്നുള്ളതിന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. സിൻസിയർലി മൈക്കിൾ അല്ലേ, സിൻസിയർലി ഓർ വിത്ത് ലവ് അല്ലേ, സ്നേഹത്തോടെ മൈക്കിൾ അല്ലേ, മൈക്കിളാണ് റിപ്ലൈ ചെയ്യുന്നത്, റിപ്ലൈ ചെയ്യുന്ന ആളെ പേര് എഴുതുക അല്ലെ, വിത്ത് ലവ് എന്ന് വേണമെങ്കിൽ എഴുതാം, സ്നേഹത്തോടെ മൈക്കിൾ. ആക്ടിവിറ്റി 9. ഹിയർ ഇസ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ദി ഫേമസ് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ രജീന്ദർ സിംഗ് രഹേലു. അപ്പോൾ ഇവിടെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്, ആരുടെ, ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ രജേന്ദ്ര സിംഗ് രഹേലുവിൻ്റെ ഒരു പ്രൊഫൈലാണുള്ളത്. Rajendra Singh Rahelu was born on 22 July 1973 at Mahsambur in Punjab. രജീന്ദ്ര സിംഗ് രഹേലു ജനിച്ചത്, ബോൺ ചെയ്തത് 1973 പഞ്ചാബിലുള്ള മെഹ്സംബൂറിലാണ്. രഹേലു കോൺട്രാക്റ്റഡ് പോളിയോ വെൻ ഹി വാസ് 8 months ഓൾഡ്. 8 മാസം പ്രായമുള്ളപ്പോഴാണ് രഹേലിന് പോളിയോ ബാധിക്കുന്നത്. സിൻസ് ദെൻ ഹി ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു വാക്ക്. അതിനുശേഷം പോളിയോ ബാധിച്ചതിന് ശേഷം എന്താണ്, നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് ദിസ് ഫിസിക്കൽ ചാലഞ്ച് ഡിഡ് നോട്ട് ഡിഫീറ്റ് ഹിം. ഈ ഫിസിക്കൽ ചാലഞ്ച് അല്ലേ, നടക്കാൻ കഴിയില്ല എന്നുള്ളത് അവനെന്താണ് ഡിഫീറ്റ് ചെയ്തിട്ടില്ല, അവനെ തകർത്തിട്ടില്ല, ഡിഫീറ്റ് ചെയ്തിട്ടില്ല. ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ബൈ ലിഫ്റ്റിംഗ് എ വെയ്റ്റ് ഓഫ് 75 kilogram. 75 kilogram വെയിറ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. റിഗറസ് ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ മെയ്ഡ് ഹിം സ്ട്രോങ് ഇനഫ് ടു ലിഫ്റ്റ് എ വെയ്റ്റ് ഓഫ് 115 kilogram ഇൻ 6 months. അപ്പോൾ ട്രെയിനിങ്ങും മോട്ടിവേഷനും ഒക്കെ എന്താണ്, അദ്ദേഹത്തെ നല്ല 115 kilogram വരെയുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ 6 മാസം കൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചു. ഹി കണ്ടിന്യൂഡ് ടു പ്രാക്ടീസ് അല്ലേ, പ്രാക്ടീസ് ചെയ്യുന്നത് തുടർന്നു. ഹി ക്രിയേറ്റഡ് ഹിസ്റ്ററി വെൻ ഹി വൺ ദി സിൽവർ മെഡൽ ഇൻ പവർ ലിഫ്റ്റിംഗ് അറ്റ് ദി കോമൺവെൽത്ത് ഗെയിംസ് 2014. 2014 കോമൺവെൽത്ത് ഗെയിംസിൽ അദ്ദേഹം സിൽവർ മെഡൽ വൺ ചെയ്തുകൊണ്ട് ഒരു ചരിത്രം ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു. റീഡ് ദി പ്രൊഫൈൽ ഗിവൺ എബോവ് ആൻഡ് ഫിൽ ദി ഡീറ്റെയിൽസ് ബിലോ. അപ്പോൾ ഈ പ്രൊഫൈൽ വായിച്ചിട്ട് ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ രജേന്ദ്ര സിംഗ് രഹേലുവിൻ്റെ ബർത്ത് എന്നാണ്, കരിയർ എന്താണ്, അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഈ പാരഗ്രാഫിൽ നമ്മൾ എടുത്ത് എഴുതണം. ബർത്ത് എന്നാണ് ജനിച്ചത് അല്ലേ, വാസ് ബോൺ ഓൺ 22 July 1973 അറ്റ് മെഹ്സംബൂർ ഇൻ പഞ്ചാബ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് കരിയർ എന്താണ്, ഇവിടെ തന്നെ ഉണ്ടാവില്ലേ. ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ബൈ ലിഫ്റ്റിംഗ് എ വെയ്റ്റ് ഓഫ് 75 kilogram. ഹി ലിഫ്റ്റഡ് എ വെയ്റ്റ് ഓഫ് 115 kilogram ഇൻ 6 months. ഓക്കെ, ഇവിടെ ഉള്ളത് ഇങ്ങനെ എഴുതിയാലും മതി, ഷോർട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് അച്ചീവ്മെൻറ്റ്സ് എന്താണ്, ഹി വൺ ദി സിൽവർ മെഡൽ ഇൻ പവർ ലിഫ്റ്റിംഗ് അറ്റ് ദി കോമൺവെൽത്ത് ഗെയിംസ് 2014.
അയാൾ അച്ചീവ്മെൻറ്റ്സ് ഒരു നേട്ടം അല്ലേ, നേട്ടം എന്ന് പറഞ്ഞാൽ ഗോൾഡ് മെഡലോ സിൽവർ മെഡലോ കിട്ടിയത് ലാസ്റ്റ് ഉണ്ടാവും. ഹി വൺ ദി സിൽവർ മെഡൽ ഇൻ പവർ ലിഫ്റ്റിംഗ് അറ്റ് ദി ഒക്കെ ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. അതെടുത്ത് എഴുതിയാൽ മതി. എന്താണ് അച്ചീവ്മെൻറ്റ്സ്, നേട്ടം അതേതാണെന്ന് നിങ്ങൾ എഴുതുക. കരിയർ എന്താണ്, ബോൺ അല്ലേ, ബേർത്ത് എന്താണ് അല്ലേ, ബോൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് സിമ്പിളായിട്ട് ഇവിടുന്ന് എടുത്ത് എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 10, റീഡ് ദി ഫോളോവിങ് ഹിൻസ് റിലേറ്റഡ് ടു അരുണിമ സിൻഹ ആൻഡ് റൈറ്റ് ഹെർ പ്രൊഫൈൽ. കുറച്ച് ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട് അരുണിമ സിൻഹൻ്റെ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കണം. ഫസ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി 9 പ്രൊഫൈൽ തന്നിട്ട് ഇതുപോലത്തെ ഹിൻസ് എഴുതാനാണ്, ബർത്തും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എഴുതാൻ അതിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ അത് തന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആരുടേതാണ്, അരുണിമ സിൻഹൻ്റെ പ്രൊഫൈലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈൻ കൊടുക്കുക. നെക്സ്റ്റ്, അരുണിമ സിൻഹ വാസ് ബോൺ ഓൺ 20 ജൂലൈ 1989 അറ്റ് അംബേദ്കർ നഗർ നിയർ ലക്നൗ ഇൻ ഉത്തർപ്രദേശ്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ ഡേറ്റ് ഓഫ് ബർത്ത്. അതെന്താണ്, അരുണിമ സിംഗ് വാസ് ബോൺ ഓൺ എന്ന് കൊടുത്തിട്ട് 20 ജൂലൈ 1989 വാസ് ബോൺ ഓൺ അല്ലേ, ആ പേരിനോട് കണക്ട് ചെയ്തിട്ട് എന്നാണ് ജനിച്ചത് എന്ന് എഴുതുക. എവിടെയാണ് അറ്റ് അല്ലേ, സ്ഥലത്തിൻ്റെ മുന്നേ നമ്മൾ അറ്റാണ് ചേർക്കുക. അറ്റ് അംബേദ്കർ നഗർ നിയർ ലക്നൗ ഇൻ ഉത്തർപ്രദേശ്. അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. കണക്ഷൻ അല്ലേ, എങ്ങനെ സ്ഥലത്തിൻ്റെ മുന്നേ നമ്മൾ അറ്റാണല്ലേ, ഒരു പ്ലേസിൻ്റെ മുന്നേ അറ്റാണ് ചേർക്കേണ്ടത്. ഡേറ്റിൻ്റെ മുന്നേ ഓൺ അല്ലേ, ബോൺ ഓൺ അത്രയും ചേർത്താൽ മതി. ഹെർ ഫാദർ വാസ് ആൻ ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ. പാരൻസിനെ കുറിച്ചിട്ട് ഫാദർ ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ, മദർ എന്താണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഹെർ ഫാദർ അല്ലേ, അവളുടെ അച്ഛൻ വാസ് ആൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു അല്ലേ. അപ്പോൾ വാസ് എന്ന് ചേർത്താൽ മതി. വാസ് ആൻ ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ ആൻഡ് ഹെർ മദർ വാസ് സൂപ്പർവൈസർ ഇൻ ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഹെർ ഫാദർ വാസ്, ഹെർ മദർ വാസ് എന്ന് കണക്ട് ചെയ്തിട്ട് എഴുതുക. നെക്സ്റ്റ്, ഷീ വാസ് ദി ഫസ്റ്റ് വുമൺ എംബ്യൂട്ടീസ് ടു ക്ലൈംബ് ദി മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, അച്ചീവ്മെൻറ്റ്സ് അല്ലേ, ദി ഫസ്റ്റ് വുമൺ എംബ്യൂട്ടിയിലെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതണ്ട, അതെന്താണ് നേട്ടമാണല്ലേ. അപ്പോൾ ഷീ വാസ് ദി ഫസ്റ്റ് വുമൺ അല്ലേ, ഫസ്റ്റ് വുമൺ ആയിരുന്നു. എംബ്യൂട്ടി ടു ക്ലൈംബ് ദി മൗണ്ട് എവറസ്റ്റ് അല്ലേ, മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഫസ്റ്റ് വുമൺ ആണ്, സ്ത്രീയാണ്. ഷീ പ്ലേഡ് വോളിബോൾ ഫോർ ഇന്ത്യ 7 times. ഇന്ത്യക്ക് വേണ്ടിയിട്ട് 7 തവണ വോളിബോൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചീവ്മെൻറ്റ്സ് ഉള്ളത് ഷീവാസ് എന്ന് പറഞ്ഞിട്ട് ദി ഫസ്റ്റ് വുമൺ എംപ്ലോയി എന്താണ്, ഷീ പ്ലേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉള്ളത് അതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എഴുതിയാൽ നമുക്ക് പ്രൊഫൈലായി. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഇത് തന്നിട്ട് പ്രൊഫൈൽ എഴുതാണ്ടാവും. അതേപോലെ ഈ പ്രൊഫൈൽ തന്നിട്ട് ഇതിന്ന് ബേർത്തും അച്ചീവ്മെൻറ്റ്സ് എടുത്ത് എഴുതാനുണ്ടാവും. അപ്പോൾ അച്ചീവ്മെൻറ്റ്സ് പറഞ്ഞാൽ നേട്ടങ്ങളാണ്. അപ്പോൾ അവൾ ചെയ്ത കാര്യങ്ങളിലെ അവളുടെ നേട്ടം എന്തൊക്കെ നേടി എന്നുള്ളത്. അപ്പോൾ ഇതാണ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ആക്ടിവിറ്റി 10 വരെ ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ വിശദീകരണം മലയാളത്തിൽ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.